പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ, വയനാട്ടിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായിരിക്കുകയാണ്. ജീവിതവും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ സഹായിക്കുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കെയർ എന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എല്ലാ നിയോജകമണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ അവർക്കാവശ്യമായ എല്ലാ വസ്തുക്കളും ശേഖരിച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിൽ നിന്നും ശേഖരിച്ച വസ്തുവകകൾ ആദ്യത്തെ ഒരു വാഹനത്തിൽ കഴിഞ്ഞ ദിവസം വിട്ടു. അടുത്ത ദിവസം കൊണ്ടുപോകാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റാന്നി നിയോജകമണ്ഡലത്തിൽ നിന്നും റാന്നി നിയോജകമണ്ഡലത്തിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു ലോഡ് സാധനവുമായി എത്തിയിരിക്കുകയാണ്. നാളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ധാരാളം വസ്തുക്കൾ എത്തുന്നുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പോകുന്നത്. സാധുക്കളെ സഹായിക്കുവാനും അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന പാവങ്ങൾക്ക് ഒരു കൈത്താങ്ങ് നൽകുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ വലിയ സംരംഭത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ എല്ലാവിധമായ അവരെ ഞാൻ അനുമോദിക്കുന്നു. കാരണം നമ്മുടെ നാടിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇത് നേതൃത്വം കൊടുക്കുന്ന ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല. സാധുക്കൾക്ക് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് എപ്പോഴും നിലകൊള്ളും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ഈ സാധന സാമഗ്രികൾ രാവിലെ മുതൽ ഇത് ശേഖരിക്കുവാൻ നിയോജകമണ്ഡലം പ്രസിഡന്റും മറ്റുള്ള നേതാക്കന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ആ ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നാളുകളിലും ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കെയറിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവിധമായ പിന്തുണയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നേരുകയാണ്. ബഹുമാന്യ DCC പ്രസിഡന്റ് അദ്ദേഹത്തിന് മറ്റ് ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് DCCയുടെ വൈസ് പ്രസിഡന്റ് നിലയിൽ എന്നെ ഇത് ഏറ്റുവാങ്ങാനുള്ള ചുമതല ഏൽപ്പിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു.